ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പെറ്റുണിയുടെ വിത്തുകൾ ഞാൻ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് പാകുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വിത്തുകളും കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാകാം. പെറ്റൂണിയുടെ ഉണങ്ങിയ തണ്ടുകൾ കട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. പുതിയ തണ്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വിത്തുകൾ നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ വിത്തുകൾ പിടിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. വളരെ ചെറിയ വിത്തുകളാണ് ഇതിനുള്ളത്. ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ വിത്തുകൾ. ഇതിലിപ്പോൾ ഒരുപാട് വിത്തുകളുണ്ട്, 100 കണക്കിന് വിത്തുകളുണ്ട്. പക്ഷേ ഇത്രയൊന്നും പിടിച്ചു കിട്ടത്തില്ല, വളരെ കുറച്ച് മാത്രമേ പിടിച്ചു കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പാകി നോക്കാം. വിത്ത് പാകാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറാണ്. ഇതിൽ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, ചകിരിച്ചോറ് മാത്രമാണ്. അപ്പോൾ അത് ചെറുതായിട്ട് ഇതിലിങ്ങനെ അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലായിട്ട് വിത്തിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ വിത്തുകൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറായതുകൊണ്ട് വെള്ളം ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാകും. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ വിത്തുകളെല്ലാം ഇതിലങ്ങ് ഇട്ടിട്ടുണ്ട് മുഴുവനും. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇനി ഒന്നും ഇടാൻ പാടില്ല, ചകിരിച്ചോറോ മണലോ ഒന്നും ഇടണ്ട. ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. ഇത് കുഞ്ഞു വിത്തുകളായതുകൊണ്ട് അടിയിലോട്ട് പോയാൽ മുളച്ച് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് പൊടിച്ച് വരും. ഇനി ഇത് ഏതെങ്കിലും ഒരു തണലത്തോട്ട് കൊണ്ട് മാറ്റി വയ്ക്കാം. ഞാൻ ചകിരിച്ചോറിൽ പാകിയ വിത്ത് ഇതുവരെ മുളച്ചിട്ടില്ല. അത് കിളിക്കാത്തതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടിയിൽ മണലിൽ പാകിയായിരുന്നു. അതിപ്പോൾ കുറച്ച് വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.